ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. ഇന്നൊരു കറി റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ ചപ്പാത്തി, ഫുൽക്ക ഇതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. പൊതുവെ എല്ലാവർക്കും ബ്രിഞ്ചാൽ വഴുതനങ്ങ ഇഷ്ടമായിരിക്കും അല്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നെ പോലെ. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറി തന്നെയാണ്. അപ്പം ചിക്കൻ സ്റ്റഫ്ഡ് ബ്രിഞ്ചാലാണ് ഇന്ന് കാണിക്കുന്നത്. ചെറിയൊരു ഗ്രേവി ടൈപ്പിലുള്ളൊരു കറിയാണിത്. പിന്നെ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. എരിവിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തത്, അതായത് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുക്കുന്നത്. എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 കളറിലുള്ള ക്യാപ്സിക്കം ഹാഫ് പീസ് എടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 2 തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ച് നല്ലൊരു പ്യൂരി ആക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ, ക്യാപ്സിക്കം, ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിന്, ഒരു പിടിയോളം ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതായത് ഈ ചിക്കൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ചിക്കൻ നമ്മൾ ബ്രിഞ്ചാലിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബ്രിഞ്ചാൽ മുഴുവനായും സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യാണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ്ട് ഒരു ബ്രിഞ്ചാൽ മുഴുവനായി സ്റ്റഫ് ചെയ്യുക. ഞാനിപ്പം ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ടാണ് സ്റ്റഫ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിപ്പം ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിന് ചെറിയ സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കാം. അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം, അതായത് ഇങ്ങനെ അടിഭാഗം കട്ടാവാണ്ട് മുറിഞ്ഞു പോവാണ്ട് മുകൾ ഭാഗത്ത് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇതിലാണ് നമ്മളിനി ചിക്കൻ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതാ ഓരോ കീറിൻ്റെ ഉള്ളിലും കുറച്ച് കുറച്ചായിട്ട് ചിക്കൻ ഇതേപോലെ അടിഭാഗം മുറിഞ്ഞു പോകരുത്, എന്നിട്ടിങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം ഞാനിപ്പം അങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പം ചെറിയൊരു കോട്ടിങ് റെഡിയാക്കണം. അപ്പം ഞാനിപ്പം 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ റോസ്മേരി, കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഒരു പൗഡർ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പം സ്റ്റഫ് ചെയ്തിട്ടുള്ള ചിക്കൻ എണ്ണയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കോട്ട് ചെയ്തെടുത്തത്. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തൊരു ബാറ്റർ പോലെയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനിയിപ്പം ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി പൊരിച്ചെടുക്കണം. അങ്ങനെ ഇതാ ഞാനിത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ബ്രിഞ്ചാലും പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറല്ല, ഇനിയിപ്പോൾ ഗീ ആയാലും കുഴപ്പമില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടും. ബട്ടർ ചേർത്തിട്ട് മെൽറ്റായി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു പിടിയോളം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു പിടി മതിയാവും. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ട് കളറൊക്കെ ജസ്റ്റ് മാറി വരണം, അതുവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പം ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, പ്യൂരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനതിപ്പം ചേർത്തിട്ടില്ല. എരിവ് വേണ്ടുന്ന ആൾക്കാർ അത് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് ആ ഒരു തക്കാളീൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 ഗ്ലാസ് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രേവീൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ള ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരണം. നന്നായി തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രിഞ്ചാൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രേവി ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒരുപാടിട്ട് അങ്ങ് കുഴച്ചെടുക്കണ്ട, കാരണം ഇതങ്ങ് പൊടിഞ്ഞു പോകാനോ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഗ്രേവി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ചിക്കൻ്റെയും ബ്രിഞ്ചാളിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങണം. അതുപോലെ ഗ്രേവി എന്നുള്ള ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടണം ഈ ഒരു ബ്രിഞ്ചാളിന്. അപ്പം എല്ലാം കൂടെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഞാനിപ്പം ഫൈനലി കുറച്ച് മല്ലിയിലേക്ക് ഒന്ന് അലങ്കാരത്തിൻ്റെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് ബ്രിഞ്ചാൽ ഇവിടെ റെഡിയായി. ഗ്രേവി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുത്താലും അതും ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു എരിവിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്നുണ്ട്. ചപ്പാത്തീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഫുൽക്കയുടെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.